അഞ്ചാമത്തെ ഖലീഫയായ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചു നടന്ന ഈ സ്വഹാബിയുടെ പഴയ കഥ എന്തായിരുന്നെന്നറിയുമോ? ഈ ഉമറിന്റെ ചരിത്രം അറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. ആ ഉമറിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പിതാവുണ്ടല്ലോ, അവിടെ നിന്ന് 100 ഒട്ടകങ്ങൾ, ആടുകളെയും ഒട്ടകങ്ങളെയും തന്റെ കയ്യിൽ കൊടുത്തിട്ട് വനാന്തരങ്ങളിലേക്ക് മേയ്ക്കുന്നതിന് വേണ്ടി കൊടുത്തു വിടുമായിരുന്നു. അതാ ഉമർ റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയപ്പെട്ടവരെ, ഖത്താബിന്റെ മകനായ ഉമറുണ്ടല്ലോ, ഉമർ തങ്ങളുടെ പിതാവ് വല്ലാത്ത കരിമഹൃദയമുള്ള മനുഷ്യനാ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് ആടുമേയ്ക്കാൻ അവിടെ നിന്ന് ഒട്ടകത്തെയും മൃഗങ്ങളെയും മേയ്ക്കുന്നതിന് വേണ്ടി 100 എണ്ണം വീതം കൊടുത്തുവിടും. എന്റെ പ്രിയപ്പെട്ടവരെ, വനാന്തരങ്ങളിൽ പോയി അവിടെ നിന്ന് കൊണ്ടുപോയി മേച്ചിട്ട് തിരിച്ചു വരുമ്പോ പടച്ചവനെ 1ഉം 2ഉം എല്ലാ ദിവസവും കുറവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാപ്പയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് വല്ലാത്ത ക്രൂര പീഡനമായിരുന്നു. ഉമറെന്ന് പറയുന്ന ആ ചെറിയ കുട്ടിയോട് തന്റെ പിതാവ് കാണിക്കുന്ന ക്രൂരത സഹിക്കാൻ കഴിയില്ലായിരുന്നു. പലരും കണ്ടിട്ട് സങ്കടം തോന്നുന്ന രീതിയിൽ വല്ലാത്ത പീഡനം, വല്ലാത്ത യാതന. അങ്ങനെ തന്റെ പിതാവിന്റെ ഭാഗത്ത് നിന്നുള്ള പീഡനങ്ങൾ സഹിച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യം പോയി, ഹൃദയം കരിങ്കല്ല് പോലെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ വല്ലാത്ത അവസാനം ഒരു ഗുണ്ടയാകുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാതെ ഗുണ്ടകളുടെ നേതാവാകുന്ന അവസ്ഥയിൽ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ എല്ലാവർക്കും പേടിയാണ്. ഉമർ എന്ന് കേട്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ പേര് കേൾക്കുന്നത് തന്നെ വല്ലാത്ത പേടിയാ. പെണ്ണുങ്ങൾക്ക് പോലും പേടിയായിരുന്നു, ശത്രുക്കൾക്ക് പോലും പേടിയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഏതെങ്കിലും ഒരു കുഞ്ഞു ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഉമ്മമാര് പറയും, ഉമർ വരുന്നടാ, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നടാ. കുഞ്ഞുങ്ങളെ പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉറങ്ങാത്ത മക്കളെ ഉമ്മമാര് പേടിപ്പിച്ചുറക്കിയത് ഉമറിന്റെ പേര് പറഞ്ഞിട്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ നമ്മുടെ മക്കളെ പേടിപ്പിക്കാറില്ലേ? ആന വരുന്നടാ, ശൈത്താൻ വരുന്നടാ, പ്രേതം വരുന്നടാ, അല്ലേ? ഉമർ ഇബ്നുൽ ഖത്താബ് ഉമ്മമാര് ഭക്ഷണം കഴിക്കാത്ത മക്കളോട് പറയും, ആ വരുന്നു, ഉമർ വരുന്നെന്ന് പറഞ്ഞാ മതി, അല്ലാഹുവേ ഭക്ഷണം കഴിക്കാം. അങ്ങനെ മാതാപിതാക്കൾ പോലും ഭയപ്പെടുത്തിയിരുന്ന ഉമർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം എടുത്തു നോക്ക്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് വന്നിട്ട് പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായി. അയൽവാസി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കണ കഴുത മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും, ഉമർ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല. എങ്ങനെ? ഈ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായി എന്ന് നീ പറ, ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഉമർ മുസ്ലിമായി എന്ന് ഞാൻ വിശ്വസിക്കൂല. കാരണം അതായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം അങ്ങനെ ഒരു ജീവിതമായിരുന്നു. എല്ലാവരും വല്ലാതെ ഭയപ്പെടുത്തി ഏത് കാര്യത്തിനും മുന്നിൽ നിൽക്കുന്ന ശത്രുക്കൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അതാ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്, ഖുറൈശികൾ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു കൊട്ടേഷൻ കൊടുക്കുകയാ. അവിടെ നിന്ന് പറയുന്ന, ഞങ്ങളിൽ ഏറ്റവും വലിയ യോദ്ധാവ് നീയാണ്, ഏറ്റവും വലിയ ധൈര്യമുള്ളവൻ നീയാണ്, നിന്നെ പരാജയപ്പെടുത്താൻ ഒരു മനുഷ്യനും കഴിയില്ല. ഉമറേ, നിനക്ക് ഞങ്ങൾ 100 ഒട്ടകങ്ങൾ തരാ, നിനക്ക് 100 ഒട്ടകങ്ങൾ തരാ, നീ ചോദിക്കുന്നതല്ല ഞങ്ങൾ തരാ. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയുമോ? നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന, നമ്മുടെ ദൈവങ്ങളല്ല അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരു മതവുമായി കടന്നു വന്ന മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ തലയെടുക്കാൻ നീയാണ് അർഹന്. ആ മുഹമ്മദിന്റെ തലയെടുത്തു കൊണ്ടുവന്നാൽ നിനക്ക് 100 ഒട്ടകങ്ങളെ തരാമെന്നവിടന്ന് എന്റെ പ്രിയമുള്ളവരെ അവിടന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല
കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഊരി പിടിച്ച വാളുമെടുത്തുകൊണ്ട് തന്റെ പാത തന്റെ കുതിരയുടെ മുകളില് അവിടുന്ന് പായുകയാണ്. റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടുന്നതിന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ കാണുന്നത്. അവിടുന്ന് ചോദിക്കുകയാ, അയിന തുരീദു യാ ഉമർ, ഉമറേ നീ എവിടെ പോവുകയാണ്? ഊരി പിടിച്ച വാളുമായി ഉമർ പായുന്നത് കാണുമ്പോ അവിടുന്ന് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, ഉമറേ നീ എവിടെ പോവുകയാണ്? അവിടുന്ന് പറയുകയാ, നമ്മുടെ ദൈവങ്ങളെ മുഴുവനും കുറ്റം പറയുന്ന പുതിയ മതവുമായിട്ട് ഖുറൈശികളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ മുഹമ്മദ്, അവന്റെ തല കൊയ്യാൻ പോകുകയാണ്. അവിടുന്ന് പറയുകയാണ്, ഫഖ്തുലുഹു, ഞാൻ അവന്റെ തല വെട്ടാൻ പോവുകയാണ്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ഉമറേ മുത്തുനബിയുടെ തലയെടുക്കാൻ പോകുകയാണോ? ആരുടെ തലയെടുക്കാനാ നീ പോകുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തല വെട്ടാനാണോ നീ പോകുന്നത്? നിനക്കതിന് കഴിയുമോ ഉമർ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുത്തിട്ട് നിനക്ക് ആ നാട്ടിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഉമർ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുത്തുനബിയുടെ പേര് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, സഅദേ നീയും അവരുടെ കൂടെ കൂടിയോ? സഅദേ നീയും അവന്മാരുടെ കൂടെ കൂടിയോ? നീയും അവന്മാരുടെ കൂടെ കൂടിയോ? പുതിയ മതത്തിലേക്ക് നീയും കൂട്ടുകൂടിയോ സഅദ്? എങ്കിൽ ആദ്യം നിന്റെ തല ഞാൻ വെട്ടുമടാ എന്ന് പറഞ്ഞുകൊണ്ട് കുതിരയുടെ മുകളിൽ നിന്ന് അതാ വാളുമെടുത്തുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് ചാടുമ്പോ അവിടുന്ന് ചോദിക്കുന്നു, ഉമറേ മുസ്ലിമായ ആരെയും നീ കൊല്ലുവോ? ആരൊക്കെ മുസ്ലിമായാൽ എല്ലാത്തിനെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്തുകൊണ്ട് സഅദ് തങ്ങളുടെ നേരെ ചാടുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, എങ്കിൽ ആദ്യം വെട്ടേണ്ടത് മുഹമ്മദിന്റെ തലയല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ തലയല്ല, ഈ സഅദിന്റെ തലയല്ല. നീ ആദ്യം വെട്ടേണ്ടത് ആരുടെ എന്നറിയുമോ? ഫൈദ്ഹബ് ഇലാ ഹുജ്രി, നിന്റെ വീട്ടിലേക്ക് പോകടാ. ആദ്യം പോയി കൊല്ലേണ്ടത് നിന്റെ പെങ്ങളെയാടാ. നിന്റെ കൂടപ്പറപ്പ് മുസ്ലിമായിരിക്കുകയാണ്, നിന്റെ കൂടപ്പറപ്പ് മുസ്ലിമായിരിക്കുകയാ. ആദ്യം പോയിട്ട് നിന്റെ സഹോദരിയുടെ തലവെട്ടടാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കോപമങ്ങ് വല്ലാതെയായി. സ്വന്തം കൂടപ്പറപ്പ് മുസ്ലിമായിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കിടന്നു പോവുകയാ. ഊരി പിടിച്ച വാളുമായി തന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളായ ഫാത്തിമയല്ല, അതാ ഉമറിന്റെ സഹോദരിയായ ഫാത്തിമ. അതാ ഫാത്തിമയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും കൂടെ എന്റെ പ്രിയപ്പെട്ടവരെ വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ പഠിക്കുകയാണ്. ആരാ ഖുർആൻ ഓതുന്നത്? മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു. ഉസ്താദ് വീട്ടിൽ വന്നിരുന്ന് ട്യൂഷൻ എടുക്കുന്നത് പോലെ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളുടെ സഹോദരിക്കും ഭർത്താവിനും ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ശബ്ദം കേൾക്കുമ്പോ വെളിയിലൊരു വല്ലാത്ത ശബ്ദം കേൾക്കുകയാണ്. ആരാ വരുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് ഊരി പിടിച്ച വാളുമായി കലിതുള്ളിയിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ജീവനും കൊണ്ട് ഇറങ്ങി ഓടുകയാണ്. ഉമറാണ് വരുന്നത്. നേരിടാനുള്ള ധൈര്യമില്ല. സ്വഹാബി അവിടുന്ന് ബാക്കിലെ വാതിലിലൂടെ അവിടുന്ന് പുറകിലൂടെ ഇറങ്ങി ഓടാൻ സൈഡിലേക്ക് ഒളിഞ്ഞു മാറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ നിങ്ങളുടെ വീടിന്റെ അകത്ത് കടന്നു വന്നു. എന്നിട്ട് അവിടെ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഓതുന്നത്? നിങ്ങൾ എന്തേ പഠിക്കുന്നത്? നിങ്ങളെ പഴയ മതമൊക്കെ വലിച്ചെറിഞ്ഞ് മുഹമ്മദിന്റെ കൂടെ കൂടിയോ? പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോ അവിടെ നളിയം പറഞ്ഞ
മറുപടി എന്തെന്നറിയുമോ? ഉമറേ, നമ്മൾ പറയുന്ന കാര്യങ്ങളിലാണോ വ്യത്യാസമുള്ളതെന്നറിയില്ലല്ലോ. അല്ലാഹുവേ, പറയേണ്ട താമസം മുസ്ലിമായെന്ന് പറഞ്ഞില്ല. നമ്മൾ പറയുന്നത് സത്യമല്ലെങ്കിൽ എന്ത് ചെയ്യും ഉമർ? പറഞ്ഞു തീരേണ്ട താമസം തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവിനെ ചവിട്ടി താഴെയിടുകയാ. അല്ലാഹുവേ, പിന്നെ പറയേണ്ടതില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്റെ കണ്ണിന്റെ മുന്നിലിട്ടുകൊണ്ട് സഹോദരിയുടെ ഭർത്താവിനെ തല്ലിച്ചതയ്ക്കുകയാ. ഇത് കണ്ടപ്പോ ഫാത്തിമാന് സഹിച്ചില്ല. തന്റെ ഭർത്താവിനെയാണ് തല്ലിച്ചതയ്ക്കുന്നത്. ഉമർ കഴുത്തിൽ ചവിട്ടികെട്ടതാ ഇങ്ങനെ കൊല്ലുന്നതിന് വേണ്ടി അവിടുന്ന് ചവിട്ടി കഴുത്തു ഞെരിക്കുകയാണ്. ഇത് കണ്ടപ്പോ ഫാത്തിമ ഓടി വന്നിട്ട് ഉമർ തങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു. ഉമർ തങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചു. അല്ലാ, ആരോഗ്യവാനായ ഉമറുണ്ടല്ലോ, തന്റെ സഹോദരിയായ ഫാത്തിമയെ തല്ലുകയാ. അവിടുന്ന് മുഖത്തെ കടിക്കുകയാണ്. ഫാത്തിമ എന്ന് പറയുന്ന തന്റെ കൂടപ്പറപ്പിന്റെ മൂക്കങ്ങ് പൊട്ടുകയാണ്. മുഖത്തടി കൊണ്ട് മൂക്ക് പൊട്ടിയിട്ട് പൈപ്പിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ അവിടത്തെ മുഖത്ത് മൂക്കിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാ. തന്റെ കൂടപ്പറപ്പ് താഴെ കിടന്ന് രക്തത്തിൽ കിടന്ന് പിടയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങളാ കൂടപ്പറപ്പ് രക്തത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടപ്പോ അവിടത്തെ മനസ്സങ്ങ് ഇടറിപ്പോയി. എത്രയൊക്കെയാണെങ്കിലും സഹോദരിയല്ലേ, ഒരുപാട് ഗർഭാശയത്തിൽ കിടന്ന കൂടപ്പറപ്പല്ലേ. ഉമർ തങ്ങളുടെ കോപമങ്ങ് വല്ലാതെ താഴുകയാണ്. തന്റെ സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. ഉമർ മിണ്ടാതെ കുറച്ചു നേരം അതിനകത്തിരുന്നു. എന്നിട്ട് ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ, ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ നിങ്ങൾ എന്തോ വായിക്കുന്നത് കേട്ടല്ലോ, നിങ്ങൾ എന്തോ ഓതുന്നത് കേട്ടല്ലോ, അതെനിക്കൊന്ന് കാണിച്ചു തരുമോ? എന്റെ കയ്യിലേക്കൊന്ന് തരുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നതാണ് ഉമർ തങ്ങൾ കേട്ടത്. അവിടുന്ന് ഫാത്തിമയോട് ചോദിച്ചു, എനിക്കതൊന്ന് തരുമോ? ആ വായിച്ചത് എന്റെ കയ്യിലേക്കൊന്ന് തരുമോ? ഫാത്തിമ എവിടെന്ന് പറയുകയാ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ചോദിക്കുമ്പോ മഹദി എവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ലല്ലോ. നിന്റെ ഈ കോലത്ത് ഖുർആൻ തൊടാൻ കഴിയില്ലല്ലോ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആനാണല്ലോ, അത് നിനക്ക് ശുദ്ധിയില്ലാതെ തൊടാൻ കഴിയില്ല. പോയിട്ട് ശുദ്ധിയായിട്ട് വാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ സഹോദരിയുടെ വീടിന്റെ പുറകിലേക്ക് കടന്നു ചെന്നിട്ട് കുളിക്കുകയാണ്. അവിടുന്ന് ശുദ്ധിയാവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ വേണ്ടി ഇറങ്ങി ഓടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പോയി കുളിച്ചൊരുങ്ങുകയാണ്. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് പറയുന്നു, ഫാത്തിമ, എനിക്ക് ആ വാചകങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ആ വാചകങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഫാത്തിമ എന്ന തന്റെ കൂടപ്പറപ്പുണ്ടല്ലോ, അവരോതുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അങ്ങ് ഓതാൻ തുടങ്ങുമ്പോ ഉമറിന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്. ഉമറിന്റെ ഹൃദയം അങ്ങ് വല്ലാതെ തളർന്നു പോവുകയാണ്. അവിടുന്ന് സൂറത്തു ത്വാഹയുടെ 14 ആയത്തുകൾ കൂടപ്പുറപ്പ് ഇങ്ങനെ ഓതി കൊടുക്കുകയാ. ഉമർ തങ്ങൾ ആയത്ത് കേട്ട് കഴിഞ്ഞപ്പോ അവിടുന്ന് വിളിക്കുന്നു, അല്ലാഹ്, ഇത് മുഹമ്മദ് എഴുതിയതല്ല, ഇതൊരിക്കലും ലോകത്തുള്ള ഒരു മനുഷ്യരും എഴുതിയതല്ല. കാരണം ഇങ്ങനെ എഴുതാൻ ആരെക്കൊണ്ടും കഴിയില്ല. കാരണം മുഹമ്മദ് വായിക്കാനും എഴുതാനും അറിയാത്തവനാ. പക്ഷേ ഉമർ തങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിയായിരുന്നു. എഴുത്തും വായനയും ഉമർ തങ്ങൾക്ക് അറിയുമായിരുന്നു. അവിടുത്തെ അർത്ഥം ഇങ്ങനെ ഗ്രഹിച്ചപ്പോ, ഖുർആൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഇത് ഒരിക്കലും മുഹമ്മദ് എഴുതിയ
എഴുതിയതല്ല, ഇത് മുഹമ്മദ് എഴുതിയതല്ല, ഇത് മുഹമ്മദിന്റെ റബ്ബ് എഴുതിയതാണ്. പടച്ചവനെ, സത്യം അവിടെന്ന് മനസ്സിലായി. തന്റെ കൂടപ്പറപ്പിനോട് ചോദിക്കുന്നു, ഫാത്തിമ, എവിടെയാണ് മുത്തുനബി ഇരിക്കുന്നത്? എവിടെയാണ് മുഹമ്മദ് ഇരിക്കുന്നത്? ഇത് ചോദിക്കുമ്പോ ഖുർആൻ പഠിപ്പിക്കാമെന്ന ഉസ്താദായ അല്ലാഹുവേ മഹാനായ അദാ അറത്ത് റളിയല്ലാഹു തആല അൻഹു വിളിച്ചിരിക്കുകയാണ്. പഠിപ്പിക്കാമെന്ന ഉസ്താദാണ് ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം ഉമറേ, ഞാൻ കൊണ്ടുപോകാം ഉമറേ. അവസാനം അവിടുന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് പോകുമ്പോ മഹാനായ ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു, ഉമറേ, ഇന്നലെ മുത്തുനബി ദുആ ചെയ്തത് എന്തെന്നറിയോ? ഇന്നലെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത് എന്തെന്നറിയുമോ? ഇന്നലെ വെള്ളിയാഴ്ച രാവ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇന്നലെ ദുആ ചെയ്തത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച രാത്രി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ ബിഉമർ ഇബ്നുൽ ഖത്താബ് ഔ അംർ ഇബ്നു ഹിശാം. വ്യാഴാഴ്ച ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹ്, ഒന്നിൽ ഉമർ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. ഒന്ന് അബൂജഹൽ, രണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഇവരിൽ രണ്ടുപേരെ ആരെയെങ്കിലും കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം. ഹബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഇന്നലെ രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, രണ്ടാലൊരു ഉമർ, ഇവരിൽ ആരെയെങ്കിലും കൊണ്ട് നീ അല്ലാഹുവേ ദീനിനെ ശക്തിപ്പെടുത്തണം. പ്രവാചകൻ ദുആ ചെയ്തു. അപ്പൊ പോകാൻ പറ്റിയത് ഇന്ന് തന്നെയാണ്. അവിടുന്ന് രണ്ടുപേരും കൂടെ നടന്നുപോയി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സഹാബിയുടെ വീടിന്റെ അകത്ത്, അന്ന് പരസ്യ പ്രബോധനമൊന്നുമില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സഹാബിയുടെ വീടിന്റെ അകത്ത് ഇരിക്കുക. അപ്പോഴാ വരുന്നത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ വരുന്നത് കണ്ടപ്പോ തന്നെ സഹാബത്ത് മുഴുവനും പെടയാ. ഉമർ വരുന്നത് കണ്ടപ്പോ തന്നെ ആർക്കും തടയാനുള്ള ധൈര്യമില്ല. കാരണം വല്ലാത്ത യോദ്ധാവ്, ഉമറിനെ പോലെ ധൈര്യമുള്ള ഒരാളുമില്ല, തടയാൻ ഒരാളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ശത്രുക്കളുടെ നെടുന്തൂണായിരുന്നു രണ്ട് സഹാബികൾ. ശത്രുക്കളുടെ ഏറ്റവും വലിയ ബലമായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അവിടുന്ന് ശത്രുക്കൾ തന്നെ പറയുന്നുണ്ട്, ഹദീസിൽ കാണാം, ഉമർ മുസ്ലിമായതുകൂടെ ശത്രുക്കളുടെ പകുതി നഷ്ടപ്പെട്ടു പോയെന്നാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതോടുകൂടി പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് അത്രയും വലിയ യോദ്ധാവ്, മുസ്ലിമായിട്ട് രഹസ്യമായിട്ട് ദീൻ പഠിപ്പിക്കുന്നത് കണ്ടപ്പോ ഉമർ തങ്ങൾ ചോദിച്ചെന്ന, എന്തിനാ നബിയെ ഒളിച്ചും പാത്തും ചെയ്യണേ? ആദ്യമായിട്ട് പ്രകടനം നടന്നത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ സ്വഹാബത്തും പാത്തും പതുങ്ങിയിരുന്ന് ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തിനാ നബിയെ പേടിക്കണേ? എന്തിനാ പേടിക്കണം? പരസ്യമായിട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു റാലി നടത്തി. റാലിയുടെ ഒന്നാമത്തെ സഫിൽ രണ്ട് വരിയായിരുന്നു അന്ന്. ആ റാലി നടത്തിയപ്പോ രണ്ട് സഫ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ സഫിന്റെ നേതൃത്വം മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. രണ്ടാമത്തെ സഫിന്റെ അമീർ മഹാനായ സയ്യിദുനാ ഹംസത്തുൽ ഖറാർ ഹംസ റളിയല്ലാഹു തആല അൻഹു. രണ്ടുപേരും നെഞ്ചു വിരിച്ചിട്ട് നടന്നു. തടയാനുള്ള ഈ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. എന്നാൽ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് കയറിച്ചില്ല. ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ തന്റെ പൊന്നുമകൻ അബ്ദുള്ള, എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ അബ്ദുള്ള ഇറച്ചി തിന്നോണ്ടിരിക്കുക, ഇറച്ചിക്കറി വെച്ചിട്ട് തിന്നോണ്ടിരിക്കുക. റളിയല്ലാഹു തആല അൻഹു കണ്ടപ്പങ്ങട്ട് വല്ലാത്ത ദേഷ്യം തോന്നി. തന്റെ മകനോട് ചോദിക്കുകയാ, നാട്ടുകാര് മുഴുവനും പട്ടിണി കിടക്കുമ്പോ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയുടെ മകൻ വീടിന്റെ അകത്തിരുന്ന് ഇറച്ചി തിന്നുന്നു. അല്ലാഹുവേ, തന്റെ മകനോട് ദേഷ്യപ്പെടാ. തന്റെ പൊന്നാര മകൻ അല്ലാഹുവേ പടച്ചവനെ ഇറച്ചി തിന്നുന്നത് കണ്ടപ്പോ നാട്ടുകാര് പട്ടിണി കിടക്കുമ്പോ എന്തിന് സഹോദര? ഇന്നത്തെ നേതാക്കന്മാരൊക്കെ പഠിക്കണം. ഇന്നത്തെ ഓരോ നേതാക്കന്മാരും പഠിക്കണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ മോൻ തലയിൽ എണ്ണ തേച്ചിരിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകന്റെ തലയിൽ എണ്ണ തേച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഈ എണ്ണ എവിടെ നിന്നാ? ഈ എണ്ണ നിനക്ക് എവിടെ നിന്നാ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ പറഞ്ഞു, വാപ്പാ, ഈ
ഈജിപ്തിൽ നിന്ന് കുറച്ച് ഒലിവെണ്ണ വന്നു, ജെയ്ത്തെണ്ണ. അത് വന്നപ്പോ ഇത് മദീനക്കാർക്ക് പാവങ്ങൾക്ക് കൊടുക്കാനുള്ള ജോലി ഈ ചെറുപ്പക്കാരനായിരുന്നു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ. അപ്പൊ എണ്ണ ഇങ്ങനെ കൊടുക്കാൻ എല്ലാവർക്കും കൊടുക്കുമ്പോ കയ്യിലാവൂലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എണ്ണ ഇങ്ങനെ കൊടുത്ത് അവസാനം കയ്യിലായ എണ്ണ, ആ എണ്ണ കൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ തലയിലൊന്ന് തലോടി. ആ എണ്ണയാ തലയിൽ തേച്ചിരുന്നേ. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ അവിടുന്ന് തന്റെ മകനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഹദിയ ബൈത്തുൽ മാലിൽ കൊടുക്ക്, ഇല്ലെങ്കിൽ പോയി മുട്ടയടിച്ചിട്ട് വരാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അങ്ങനെ ആയിരുന്നു ഉമർ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രി കാലമായാൽ വേഷം മാറി ഇങ്ങനെ നടക്കും. അവിടെ നിന്ന് ഒരിക്കൽ വല്ലാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇങ്ങനെ മദീനത്തുകൂടെ നടന്നു പോകുമ്പോ അവിടെ നിന്ന് കാണാം, ലം യസ്മഉ അഹദുൻ യൽഹഖു വലം യസ്മഅ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്തുകൂടെ നടന്നു പോകുമ്പോൾ പടച്ചവനെ ആരും പുഞ്ചിരിക്കുന്നില്ല, ഒരാളും പുഞ്ചിരിക്കുന്നില്ല, ഒരാളും സംസാരിക്കുന്നില്ല. യാചിച്ച് നടക്കുന്നവരെ പോലും മദീനത്ത് കാണാനില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായ ആരും സംസാരിക്കുന്നില്ല, ആരും ചിരിക്കുന്നില്ല, യാചകന്മാരെ പോലും കാണുന്നില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് കാര്യം തിരക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ജനങ്ങൾ പറയുന്നു, ഖലീഫ ചോദിച്ചിട്ടും ആരും തരുന്നില്ല. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? ഉള്ളവൻ കൊടുക്കുന്നില്ല. എല്ലാവരും പിന്നെ ചോദിച്ചു മടുത്തത് കാരണം മിണ്ടാതെ നടക്കുകയാണ്. വല്ലാത്ത ദാരിദ്ര്യമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം ബൈത്തുൽ മാലിൽ നിന്ന് പണമെടുത്തിട്ട് അവിടെ നിന്ന് അന്നദാനം നടത്തി. അവിടെ നിന്ന് അന്നദാനം ആദ്യമായിട്ട് അന്നദാനം നടത്തുകയാണ്. ഉമർ തങ്ങൾ പടച്ചവനെ രാത്രിയതാ ഭക്ഷണം വെച്ചു. ഭക്ഷണം കിട്ടാത്തവർ മുഴുവനും വേണ്ടവർ മുഴുവനും വരാൻ പറഞ്ഞപ്പോ 7000 പേരാണെന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് കൂടിയത്. 7000-ഓളം വരുന്ന ആൾക്കാർ പട്ടിണി കാരണം, കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കാരണം ഉമർ തങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം വാങ്ങാൻ കടന്നു വന്നു. പടച്ചറപ്പേ, ഉമർ തങ്ങൾ അവിടെ നിന്ന് അനുയായികളെ വിളിച്ചിട്ട് പറഞ്ഞു, വാങ്ങാൻ കഴിയാത്തവരുണ്ടല്ലോ, രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ടല്ലോ, പ്രായമായവരുണ്ടല്ലോ, അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടപ്പോ 14,000. പടച്ചവനെ അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണ കിറ്റുമായിട്ട് വാങ്ങാൻ കഴിയാത്ത രോഗികളുടെ വീട് തേടി കടന്നു പോവുകയാണ്. എല്ലാവർക്കും ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. ഉമർ തങ്ങൾ അങ്ങനെയാണ്. രാത്രി കാലമായ ഉറക്കമില്ലല്ലോ, എഴുന്നേറ്റ് തന്റെ അനുയായികളെ തെരഞ്ഞു നടക്കുകയാണ്. രാത്രിയായാൽ പടച്ചവരെ ഉമർ തങ്ങൾ വേഷം മാറി നടക്കുകയാ. ഒരിക്കൽ പെട്ടെന്ന് പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാത്രികാലിൽ ഇങ്ങനെ പടച്ചവനെ തന്റെ ജനതയുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ ഒരു പടച്ചവനെ മലമുകളിൽ ഒരു സ്ഥലത്തൊരു വെളിച്ചം കാണുകയാണ്. അവിടെ നിന്ന് മനസ്സിലായി യാത്രക്കാരോ പെട്ടുപോയതാണ്. സ്വഹാബിയെ വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിക്കുകയാണ്. ഒരു ഉമ്മാടുപ്പിന്റെ ചുവട്ടിലിരിക്കുന്നുണ്ട്. മക്കള് കിടന്ന് വല്ലാതെ കരയുകയാണ്. അതാ യാത്രക്കാരാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുന്ന, ഉമ്മാ, ഈ മക്കള് കിടന്ന് കരയുന്നത് എന്തിനാണ്? കഴിക്കാൻ ഭക്ഷണമില്ലാത്തത് കൊണ്ടാണ്. അവർക്ക് വിശന്നെന്താണ് അവർ കിടന്ന് കരയുന്നത്? ഉമർ തങ്ങൾ ചോദിച്ചു, എന്തേ അടുപ്പിലിരിക്കുന്നത്? എന്താണ് അടുപ്പിലിരിക്കുന്നത്? ഭക്ഷണമാണോ? ഉമ്മ പറഞ്ഞു, ഒരിക്കലുമില്ല, പച്ചവെള്ളം വെച്ചിരിക്കുകയാണ്. എന്റെ മക്കളെ ഭക്ഷണമാണെന്ന് കരുതിയിട്ട് ഇവിടെ കടന്ന് കരഞ്ഞവർ ഉറങ്ങിപ്പോകുമല്ലോ, അവരെ പറ്റിക്കാനാ വെള്ളം ചൂടുവെള്ളമാ പാത്രത്തിലിരിക്കുന്നത്. എന്നിട്ടാ ഉമ്മ പറയുകയാണ്, ഉമർ ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്നു, ഞങ്ങളുടെ കാര്യം ഉമറിനറിയേണ്ടതില്ലല്ലോ, ഞങ്ങളുടെ കാര്യം ഉമറിനറിയേണ്ടതില്ലല്ലോ. ആ ഉമ്മ പറഞ്ഞു, ഉമ്മയോട് ചോദിക്കുകയാണ്, ആ
ഉമ്മ പറഞ്ഞു, ഞങ്ങളുടെ ഭരണാധികാരി ഉമറാണ്, ഞങ്ങളുടെ അവസ്ഥ ഉമറിനറിയണ്ടല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഉമ്മ നിങ്ങൾ പട്ടിണി കിടക്കുന്നത് ഉമറിനറിയില്ലല്ലോ, അറിയണമല്ലോ. ഉമ്മ തിരിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയുകയാണ്, ഭരണാധികാരിക്ക് അറിയണം തന്റെ അനുയായികളുടെ അവസ്ഥ എന്താണെന്ന് ഉമർ കണ്ടുപിടിക്കണമല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ ഭയപ്പെടുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ കണക്ക് പറയണമല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാ. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവസാനം ബൈത്തുൽ മാലിൽ കരുതി വെച്ചിരുന്ന ഭക്ഷണവും നെയ്യും മാവും എല്ലാം എടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്നു. ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുഴുവനും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെച്ചു കൊടുക്കുകയാ. കൂടെ പോയ സഹാബി പറയുകയാണ്, ഉമർ തങ്ങളാണ് അവിടെ ഇരുന്ന് ചപ്പാത്തി മാവ് കുഴച്ചുണ്ടാക്കിയത്. തീയുടെ ചുവട്ടിലിരുന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാ ഭക്ഷണം ഉണ്ടാക്കിയത്. അവസാനം ആ മക്കളുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു. ഉമ്മയ്ക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ആ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞതെന്തെന്നറിയോ? ഭരണാധികാരിയാകാം നിങ്ങൾക്കാ മോനെ. ആ ഉമ്മ പറഞ്ഞു കൊടുത്തു, ഇസ്ലാമിന്റെ ഭരണാധികാരിയായിരിക്കേണ്ടത് ഉമറല്ല, നിങ്ങളാണ് അതിനർഹൻ. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞില്ല ഞാനാണ് ഉമറെന്ന്. ആ ഉമ്മ പറഞ്ഞു കൊടുത്തു. ഈ ഭക്ഷണം മുഴുവനും ചുമന്നുകൊണ്ടുവന്ന് വെച്ച് മക്കൾക്കും ആ ഉമ്മയ്ക്കും കൊടുത്തപ്പോ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാ, മക്കളെ മോനെ, നീയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരി ആവാനുള്ള യോഗ്യത നിനക്കാ, ഉമറിനല്ല. റളിയല്ലാഹു തആല അൻഹു പറയാം, അത് ഞാനാ ഉമ്മ, ഉമർ എന്ന് പറഞ്ഞില്ല. ഞാനാ ഉമ്മ എന്ന് ഉമർ നിങ്ങൾ പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിണ്ടാതെ ഭക്ഷണം കൊടുത്ത് ദുആ ചെയ്തിട്ട് തിരിച്ച് നടന്നുപോയി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. നമ്മളെങ്ങാനാണെങ്കിൽ ആലോചിക്കേ, നമ്മളെങ്ങാണമാണെങ്കിൽ ആലോചിച്ചോക്ക്. അങ്ങനെ ആയിരുന്നു ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് നോക്കുമ്പോ രാത്രി ഇങ്ങനെ പോകുമ്പോ ഒരു സഹാബി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാളിങ്ങനെ തലയിൽ തുണിയിട്ടിട്ട് പതുങ്ങി പോവാ. തലയിലൂടെ തുണിയിട്ടിട്ട് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലൂടെ പതുങ്ങി പോവാ. സുബ്ഹാനല്ലാഹ്, ഇന്നെങ്ങാണമാണെങ്കിൽ തീർന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രാത്രി ഇങ്ങനെ തലയിൽ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോക്കി, ഇതെന്താ ഒരു പന്തികേടുള്ള ഹൊക്ക, ഇതൊരു പന്തികേടുണ്ട്. ആരാ കണ്ടുപിടിക്കണല്ലോ, ഉമറല്ലേ രാജ്യം ഭരിക്കണേ. ഉമർ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഇങ്ങനെ ഒരുത്തനോ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. ആളാരാന്ന് മനസ്സിലാവണില്ല. പതുങ്ങി ഇങ്ങനെ പോയിട്ട് ആരുമില്ല, ഒഴിഞ്ഞ ഒരു ഭാഗത്തൊരു വീടിരിക്കുന്നുണ്ട്. ആ വീടിന്റെ മുന്നിലേക്ക് പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കുറച്ചേരം ഇരിക്കല്ലേ, ഒന്നും ആയില്ല, പകുതി ആയില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇത്തിരി കൂടെ ഇരിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരാൾ തലയിൽ തുടിയിട്ടിട്ട് പതുങ്ങി പോവാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇവനെ പൊക്കണം, ഇവൻ ആരായാലും ഇവനെ കണ്ടുപിടിച്ചിട്ട് ഇവനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇവന് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കണം, വിടാൻ പാടില്ല. അങ്ങനെ പുറകെ പോയി. അവസാനം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് ഒളിഞ്ഞ്, രാത്രി ഒരു വീടിന്റെ മുന്നിൽ ഒളിഞ്ഞ് ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരുമില്ല. പടച്ചോനെ അനുവാദം പോലും ചോദിക്കാതെ അകത്തേക്ക് വാതിൽ തുറന്ന് കയറി. അപ്പൊ ഈ സഹാബി ഇങ്ങനെ പുറകിൽ നോക്കുക, ആരാ അല്ലാഹ്, പടച്ചോനെ നിങ്ങൾ ആലോചിക്ക്, രാത്രി ഒറ്റയ്ക്ക് ഒരു വീടിന്റെ അകത്ത് പതുങ്ങി കയറാ. നമ്മളാണെങ്കിൽ പോയി പിന്നെ മരത്തിൽ കെട്ടിയിട്ടിട്ട് ഇടി മാത്രമേ കാണത്തുള്ളൂ. ആലോചിക്കേ അല്ലേ? ചരിത്രം പഠിച്ചോ? നാട്ടുകാരെ വിളിച്ചൊന്നുമില്ല. ആ സഹാബി അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ വാതിൽ അങ്ങോട്ട് തുറന്നിട്ട് പതുക്കെ അകത്തോട്ട് കയറുമ്പോ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഖം കണ്ടു. ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാ പാതിരാത്രി കയറി പോണേ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല
പാതിരാത്രി പതുങ്ങി പതുങ്ങി വീട്ടിൽ കയറാ. സുബ്ഹാനല്ലാഹ്, ആ സഹാബി ഇങ്ങനെ കണ്ണം തെള്ളി നിൽക്കാ. പടച്ചോനെ, ആരാ അല്ലാഹ് ഇത്? ഉമറിന്റെ ഹൃദയത്തെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പരാജയപ്പെടുത്തി കളഞ്ഞത് ഏത് പെണ്ണാ അല്ലാഹ്? ആരാ അല്ലാഹ്? പടച്ചോൻ ഈ സഹാബി ഇങ്ങനെ കുറെ നേരം നോക്കി നിന്നു. ഇറങ്ങി വന്നാ ചോദിക്കാന്ന് കരുതിയിട്ട്. ഖലീഫയല്ലേ, ഇറങ്ങി വന്നാ ചോദിക്കാമെന്ന് കരുതി അവിടെ തന്നെ നിന്നു. ഒരുപാട് സമയം നിന്നു, ഇറങ്ങി വന്നില്ല. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു അടയാളം വെച്ച് വീട് കണ്ടുപിടിക്കണമല്ലോ. വീടിന്റെ പുറത്തൊരു അടയാളം വെച്ച് വീട്ടിൽ പോയി. ഉറക്കൊന്നുമില്ല, അങ്ങനെ എപ്പോഴോ ഉറങ്ങി. രാവിലെ സുബഹിയുടെ ബാങ്ക് കേട്ടു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ പോയി, നമസ്കരിക്കാൻ വേണ്ടി പോയി. പടച്ചവനെ, പള്ളിയിൽ പോയപ്പോ ഇമാമ നിൽക്കുന്ന ആരാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറകെ നിസ്കരിക്കുക. ഇന്നലെ രാത്രി ചങ്ങാതിയെ വീടിനകത്ത് കയറി പോയത്, എങ്ങനെയാ നിസ്കരിക്കുക? അപ്പൊ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ മുഴുവനും പടച്ചവൻ എന്തൊരു തെറ്റിദ്ധാരണ. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചില്ല, സലാം വീട്ടി. സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെ ഇറങ്ങുകയാണ്. എന്നിട്ട് ഇന്നലെ രാത്രി പടച്ചവനെ അടയാളം വെച്ച വീട് ഏതാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. നടക്കുകയാണ്. അവസാനം ആ വീട് കണ്ടുപിടിച്ചു. വീടിന്റെ മുന്നിൽ ചെന്നു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. അതാ വീടിന്റെ അകത്ത് നിന്ന് സലാം അടക്കുന്നതൊരു പെണ്ണാ. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് അനുവാദം ചോദിക്കുകയാണ്. വീടിന്റെ പുറത്ത് പോയി നിന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. അവിടുന്ന് അനുവാദം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് പെണ്ണാണ് പറഞ്ഞത്. അപ്പൊ കൺഫേമായി. അപ്പൊ ആ വീടിന്റെ അകത്ത് പെണ്ണാണെന്ന് കൺഫേമായി. എന്നിട്ടും ഉമർ തങ്ങളെ പോയതല്ലേ, ശരിയല്ല. അവിടെ നിന്ന് വിശ്വസിച്ചില്ല. അനുവാദം ചോദിച്ചിട്ട് വീടിന്റെ അകത്തേക്ക് കടന്നുപോയി. അനുവാദം ചോദിച്ചിട്ട് വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉമർ തങ്ങൾ കാണുന്ന കാഴ്ച എന്താ? സുബ്ഹാനല്ലാഹ്. പടുവൃദ്ധയായ ഒരു ഉമ്മയാണ്. ആരാരുമില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, എല്ലും തോലുമായിട്ട് കിടക്കുന്ന ഒരുമ്മ. പടച്ചവരെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. പടച്ചവരെ, ആ ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമ്മ, ഇന്നലെ രാത്രി ഇവിടെ ഒരു മനുഷ്യൻ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നത്? മോനെ, എനിക്ക് കണ്ണ് കാണാറില്ല, എഴുന്നേക്കാൻ കഴിയാറില്ല. എല്ലാ ദിവസവും രാത്രിയാകുമ്പോ ഒരു മനുഷ്യർ ഇവിടെ വരും. പടച്ചവരെ, എന്നെ കുളിപ്പിക്കുമല്ലോ, എന്റെ വസ്ത്രം കഴുകുമല്ലോ, എന്റെ മൂത്രവും കാഷ്ടവും വാരുമല്ലോ, എന്നെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചിട്ട് ആ മകൻ തന്നെ വീടിന്റെ അകത്തിരുന്ന് ഭക്ഷണമുണ്ടാക്കി. ആ പൊന്നുമോൻ എനിക്ക് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം സ്വന്തം വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് എല്ലാ ദിവസവും വാരിത്തരുന്ന മനുഷ്യനാ. അല്ലാഹുവേ, സ്വന്തം ഉമ്മാനെ നോക്കുന്നത് പോലെ ഇന്നുമ്മയെപ്പോലും അങ്ങനെ പല മക്കളും നോക്കാറില്ല. ഏത് ഭരണാധികാരിക്കാ ഇങ്ങനെ ഭരിക്കാൻ കഴിയുന്നത്? ഉമർ തങ്ങൾ ചെന്ന ഉമ്മാന്റെ മൂത്രം വാരുകയാ. ഇന്നൊരു രോഗിയെ കാണാൻ പോയാൽ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, പത്രക്കാര് ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞത് ഫ്ലെക്സ് അടിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടും. എന്നിട്ട് മാറി നിന്നിട്ട് ഡെറ്റോൾ അടിച്ച് കൈ കഴുകുന്ന കാലവാ. ഉമർ തങ്ങൾ അങ്ങനെയല്ല. ആ ഉമ്മയുടെ മൂത്രം കഴുകി, കാഷ്ടം വാരി, ഉമ്മാനെ കുളിപ്പിച്ചു, ഉമ്മയുടെ തുണി കഴുകി കൊടുത്തു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു, ഉമ്മാനെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെച്ച് വിളമ്പിയിട്ട് തന്റെ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് ആ ഉമ്മാടെ വായിലേക്ക് വാരി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഉമ്മ, അതാരാണെന്നറിയോ ഉമ്മ? ഉമ്മ പറഞ്ഞു, മോനെ, എത്ര ചോദിച്ചിട്ടും ആരാണെന്ന് പറയുന്നില്ല. എനിക്ക് കണ്ണ് കാണില്ലല്ലോ, എത്ര ചോദിച്ചിട്ടും ആരാണെന്ന് പറയുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ, അതാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ ഭരണം അങ്ങനെയായിരുന്നു. ഒരു കാര്യത്തിലും
വിട്ടുവീഴ്ചയില്ലായിരുന്നു. വല്ലാത്ത ജനങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത ശ്രദ്ധയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വല്ലാത്ത ഭയമായിരുന്നു. ഉമർ തങ്ങൾ പാതിരാത്രി പരിശുദ്ധനായ പ്രവാചകൻ അവിടുന്ന് ചരിത്രത്തിൽ കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. ഒരു ദിവസം തന്റെ കഴുതയുടെ മുകളില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. പടച്ചവരെ, ഇന്ന് അങ്ങനെയൊന്നും കേൾക്കാൻ കഴിയില്ലല്ലോ. ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ പായിപ്പാട് മുഴുവനും നടന്നു. ഇനി ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തുനിന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ട സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കേൾക്കുവോ? നെഞ്ചത്ത് കൈവച്ചിട്ട് പറ. പണ്ടത്തെ കാലം അങ്ങനല്ല. പണ്ടൊക്കെ ഓരോ വീടുകളിൽ ഖുർആൻ ഓതുന്നത് കേൾക്കാം. ഓരോ വീട്ടിലും ഖുർആൻ ഓതുന്നത് കേൾക്കാമായിരുന്നു. ഇന്ന് സീരിയലിന്റെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. റളിയല്ലാഹു തആല അൻഹു തന്റെ കഴുതയുടെ പുറത്തിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഖുർആൻ ഓതുന്ന ശബ്ദം ഒരു വീട്ടില്, ഖലീഫയാണ് ഒരു വീട്ടിൽ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വത്തൂർ വകിതാബിൻ മസ്തൂർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. സൂറത്തു തൂർ ഇങ്ങനെ ഓതുന്നത് ഈ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. കഴുതയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അവിടെ കഴുതയുടെ മുകളിൽ നിന്ന് ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. ആ വീടിന്റെ അകത്തിരുന്ന് ഓതി ഇന്ന അദാബ ലിറബ്ബി, ഇന്ന അദാബ, അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുന്ന ആ ആയത്ത് ഇങ്ങനെ ഓതുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന്. അല്ലാഹുവിന്റെ ശിക്ഷ ഉറപ്പായിട്ടും സംഭവിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലാഹു നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ ഒരു മാസം പേടിച്ച് വിറച്ച് റബ്ബേ എഴുന്നേക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്നിട്ട് സഹാബത്ത് സിയാറത്ത് ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത ഈമാനായിരുന്നു, വല്ലാത്ത ഈമാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈജിപ്തിൽ പോകുമ്പോ ഇന്ന് നൈൽ നദി കാണാം. നൈൽ നദി അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. പോയി കാണാമല്ലോ, പക്ഷെ ഇന്ന് പോയി കാണാൻ പറ്റത്തില്ല കേട്ടാ. നൈൽ നദിയൊക്കെ ഇന്ന് പോയി കാണാൻ പറ്റും. ഇതിലൊക്കെ നമ്മൾ ചരിത്രങ്ങൾ കേൾക്കാറുണ്ട്. മുസാ നബി അല്ലേ ഇപ്പൊ നൈൽ നദിയിൽ ഒതുക്കിയ പാട്ട് പാടുന്നില്ലേ? എന്താ സലീം ഉസ്താദ്? വലിയ ചരിത്രങ്ങൾ പറയുന്നതാ നൈൽ നദിയുടെ. പക്ഷെ ഇന്ന് നൈൽ നദി പോയാ ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയണില്ല, ഞാൻ ഒന്ന് പോയപ്പോ കണ്ടത്. അതുകൊണ്ട് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രയേലും ഫലസ്തീനും ഈജിപ്തും കൈറോയൊക്കെ വലിയ ഉല്ലാസ യാത്രയുണ്ട്. സിയാറത്ത് ടൂർ എന്ന പേരുണ്ട്. പക്ഷേ ആ സിയാറത്ത് ടൂറിൽ നൈൽ നദിയിലൂടെ കപ്പലിൽ ഒരു സഞ്ചാരമുണ്ട്. കപ്പലിൽ ആ നൈൽ നദിയിലൂടെ നമ്മളെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്നവർ തന്നെ പറയും, ഭക്ഷണമൊക്കെ കഴിച്ചാൽ അപ്പം എഴുന്നേറ്റ് പൊക്കോണമെന്ന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാൻ പാടില്ല. ഇത് എല്ലാ വർഷമായിട്ട് നടക്കാം. അവസാനം ഇസ്ലാമിന്റെ കീഴിലേക്ക് അത് കടന്നു വന്നു. ഉമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പോകാം. എല്ലാവരും ഈ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് അവിടെ നിന്ന് കത്തെഴുതി, ഇങ്ങനൊരു വിഷയമുണ്ട്, എന്ത് ചെയ്യണം? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കത്തെഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കത്തെഴുതി. ആ കത്തെഴുതിയിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തു, മിൻ അബ്ദില്ല അംറൻ ഇന്ന നൈൽ മിസ്റിലെ നൈൽ നദിക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് എഴുതുന്ന കത്ത് എന്ന് പറഞ്ഞ് ബിസ്മി എഴുതിയിട്ടൊരു കത്തെഴുതി. 2 വരി ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ബിസ്മിയൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതി, നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ ഇങ്ങനെ ഒഴുകുന്നതെങ്കിൽ നീ അടങ്ങിക്കൊള്ളണം. അല്ല, അല്ലാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ഈ എഴുത്തെഴുതിയിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് നൈൽ നദിയിൽ ഇട്ടാൽ മതി, വേറെ ഒന്നുമില്ല. 2 വരിയുള്ള ഒരു എഴുത്തെഴുതി കൊടുത്തു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു എഴുത്ത് കിട്ടി വായിച്ചു നോക്കി. 2 വരി ഇതാ എഴുതിയിരിക്കണേ, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നീ അടങ്ങിക്കൊള്ളണം. അല്ല, അള്ളാഹുവിന്റെ തീരുമാന പ്രകാരമാണെങ്കിൽ കുഴപ്പമില്ല, ഒഴിക്കൂ. ഈ എഴുത്തെടുത്ത് അങ്ങോട്ടിട്ടു. നേരം വെളുക്കുന്നതിന് മുമ്പേ ആ വെള്ളത്തിന്റെ എല്ലാ ഒഴുക്കും മാറി സമാധാനത്തിലായി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ചരിത്രമല്ലാതെ കെട്ടുകഥയല്ല.
ഇത് ചരിത്രമാണ്. അതാ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ആ മഹാനെ ആദരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ മഹാന്റെ മഹത്വം മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇങ്ങനെ ജീവിച്ചിരുന്ന മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ വഫാത്ത് നമുക്കറിയാം. എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ എനിക്ക് നീ ഷഹീദിന്റെ കൂലിയിട്ട എന്നൊരു മരണം തരണേ പടച്ചവനെ. അല്ലാഹുമ്മ ഷഹാദ ഫീ ബലദി നബീക. അവിടുന്ന് ദുആ ചെയ്യും, അല്ലാഹുവേ മുത്തുനബിയുടെ മദീനത്ത് കടന്നിട്ട് എനിക്ക് ഷഹീദാകണം. നടക്കാത്ത കാര്യമാ, കാരണം മക്കത്തും മദീനത്ത് യുദ്ധമില്ലല്ലോ, പിന്നെ എങ്ങനെ ഷഹീദാകാനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിൽ സുബഹി നമസ്കാരം നടക്കുകയാണ്. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. അവിടെ നിന്നിങ്ങനെ സുബഹി നമസ്കരിക്കുന്നു. സൂറത്ത് യൂസുഫാണ് സുബഹിക്കോതുന്നത്. നമ്മൾ റമദാൻ മാസത്തിൽ മുസമ്മിൽ ഉസ്താദ് ഓതുമ്പോ ഇത്തിരി കുറച്ച് കിട്ടാൻ വേണ്ടി പുറകെ നിന്നിട്ട് ആക്കുന്നവരാ നമ്മൾ. ലാലിജിക്ക് എടാ, ആകെ വർഷത്തിൽ ഒരിക്കൽ ഖത്തം ഓതുന്നത് റമദാനില. അപ്പോഴും നമ്മൾ നോക്കും അല്ലാഹു അടിക്കുന്ന പള്ളി ഏതാണ്. എന്താ പ്രസിഡന്റ് ഉണ്ടായിരിക്കും ഉള്ളതിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും എളുപ്പമാണ്. പിന്നെയും ഊരി കുത്തുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഉമർ തങ്ങൾ കുത്തുകൊണ്ട് പിടയുമ്പോ ഇറങ്ങി പോകുമ്പോ ഒന്നാമത്തെ സഫിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന പല സഹാബാക്കളെയും കുത്തിമറിച്ചു. എല്ലാരും രക്തത്തിൽ പിടഞ്ഞു വീഴുകയാണ്. ഇമാമ കണ്ണിന്റെ മുന്നിൽ അടുത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്നവർ പടച്ചവനെ പിടഞ്ഞ് താഴെ വീണു. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഒരാള് പോലും ഓടിയില്ല, ഒരാള് പോലും മനങ്ങിയില്ല. എല്ലാവരും തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാ. പല സ്വഹാബാക്കളും സഫില് തൊട്ടടുത്ത് നിന്നവർ വരെ കുത്തുകൊണ്ട് പിടഞ്ഞ് താഴെ കിടക്കുകയാണ്. ചരിത്രം പറയുന്നു 7ഓളം സ്വഹാബികളോ ഉമർ തങ്ങൾക്ക് അവിടെ നിന്ന് സ്വഹാബത്തിനോട് വിളിച്ചു പറയുകയാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചവനെ, ആരെങ്കിലും കയറി നിൽക്ക് സഹാബ. അവിടെ നിന്ന് സൂചന കൊടുക്കുമ്പോ തൊട്ടുപുറകിൽ നിന്ന സ്വഹാബി ഉണ്ടല്ലോ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള്. എന്റെ പ്രിയമുള്ളവരെ, പുറകിൽ നിന്ന സ്വഹാബി കയറിയിട്ട് ഇമാമത്ത് നിൽക്കുകയാണ്. ഖലീഫ കാലിന്റെ ചുവട്ടിൽ കിടന്ന് പിടയുകയാ. അപ്പോഴും അവിടെ കയറി നിന്ന് നിസ്കാരം പൂർത്തീകരിക്കുകയാണ്. സലാം വീട്ടി എല്ലാരും കൂടെ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നു. വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. വായിക്കകത്തൊഴിച്ചു കൊടുക്കുന്ന പാലുണ്ടല്ലോ, തന്റെ വയറ്റിലൂടെ അടിവയറിലൂടെ വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാ. എല്ലാരും വല്ലാത്ത പ്രയാസത്തിലാണ്. ഈ സമയമുണ്ടല്ലോ ഉമർ തങ്ങൾ തന്റെ പൊന്നാര മകനെ വിളിക്കുകയാണ്. ഉമർ തങ്ങൾ തന്റെ പൊന്നാര മകനെ വിളിക്കുകയാ. തന്റെ മകനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ അബ്ദുള്ള എന്ന പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ, വാപ്പയുടെ മരണമെടുത്തു മോനെ, വാപ്പയുടെ മരണമെടുത്തു മോനെ. മോനെന്ത് ചെയ്യണമെന്നറിയോ? ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. തന്റെ പൊന്നാര മകനെ ആയിഷാ ബീബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. എന്റെ പൊന്നുമോൻ ചെന്നിട്ട് ചോദിക്കണം, ഉമറാണ് പറഞ്ഞു വിടുന്നത്, ഇസ്ലാമിന്റെ ഖലീഫയല്ല. ഇനി എനിക്കതിന് കഴിയില്ല, കാരണം ആരോഗ്യമില്ലല്ലോ, ഞാനിനി ഖലീഫയല്ലല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു വിടുകയാണ്, ആയിഷാ ബീവിയോട് പോയി ചോദിക്കണം, ഞാൻ മരിച്ചാൽ മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്ത് ഒരു 6 അടി മണ്ണ് എനിക്ക് തരുമോ ആയിഷാ? പൊന്നുമോനെ പറഞ്ഞു വിടുകയാണ്. ആയിഷാ ബീവിയുടെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കാൻ, ഒരു 6 അടി മണ്ണ് എനിക്ക് തരുവോ എന്റെ മുത്തുനബിയുടെ ചാരത്ത് കിടക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കിടക്കാൻ എനിക്കൊരു 6 അടി മണ്ണ് തരുവോ? പോയി ചോദിച്ചിട്ട് വാ പൊന്നുമോനെ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്തേക്ക് പറഞ്ഞു വിടുകയാണ്. ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ചെന്ന് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നു, അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ,
മുഅ്മിനീൻ ഉമർ തങ്ങളുടെ ചാരത്തേക്ക് തന്റെ പൊന്നാര മകൻ ഓടി വരികയാ. വാപ്പാ, ആയിഷ ബീവി അനുവാദം തന്നു വാപ്പാ, ആയിഷ ബീവി അനുവാദം തന്നു വാപ്പാ. അല്ലാഹുവേ, അവിടുന്ന് സന്തോഷ വാർത്ത പറയുമ്പോ ഉമർ തങ്ങൾ രണ്ടാമതും മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ മയ്യത്ത് കൊണ്ടുപോയി ആയിഷാ ബീവിയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കണം. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി എന്റെ മയ്യത്ത് വെക്കണം. എന്നിട്ട് രണ്ടാമതും ചോദിക്കണം, എന്നെ എവിടെ കബറടക്കിയോട്ടെ, കാരണം ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഖലീഫയാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചതിന് ശേഷവും പോയി ചോദിക്കണം. കാരണം ആ സ്ഥലം ഏതെന്നറിയോ? ആയിഷാ ബീവി റളിയല്ലാഹു തആല തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാ. ഏറ്റവും വലിയ സദക്കയാ മനുഷ്യ, ഏറ്റവും വലിയ സദക്കയാണ്. ആയിഷാ ബീവിയുടെ ജീവിതത്തിലെ ഒരു വലിയ മോഹമായിരുന്നു, തന്റെ വാപ്പയല്ലേ കിടക്കുന്നത്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ കിടക്കുന്നത്, വാപ്പായുടെയും പൊന്നാര ഭർത്താവിന്റെയും കൂടെ എവിടെ കിടക്കാൻ? ആ കുറച്ച് സ്ഥലമുണ്ടല്ലോ, ആയിഷാ ബീവി തനിക്ക് വേണ്ടി മനസ്സിൽ കരുതി വെച്ചതാ. ആയിഷ റളിയല്ലാഹു തആല അൻഹ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാ ഉമർ തങ്ങൾ പറഞ്ഞു, മോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ചോദിക്കണേ. ആ സ്ഥലം ആയിഷയ്ക്ക് വല്ലാത്ത ഇഷ്ടമുള്ളതാണ്. അത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ തനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എന്റെ മയ്യത്ത് അവിടെ കൊണ്ടുവച്ച് ചോദിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അവിടുന്ന് ബോധം കെട്ട് കിടക്കുകയാണ്. അവിടുന്ന് ബോധം പോയി തിരിച്ചു വന്നപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചത് എന്തെന്നറിയോ? സഹാബാ, നിങ്ങൾ നമസ്കാരം പൂർത്തീകരിച്ചോ സഹാബാ? എന്നിട്ട് പറയുകയാ, എന്റെ നമസ്കാരം പൂർത്തീകരിക്കാൻ പറ്റിയില്ലല്ലോ. ഉമർ തങ്ങൾ അപ്പോഴും കരയുകയാണ്, ഉമർ തങ്ങൾ അപ്പോഴും കരയുകയാണ്. ഉമർ തങ്ങളും നമസ്കാരത്തെ കുറിച്ചാ ഓർമ്മപ്പെടുത്തിയത്. നമസ്കാരത്തിന്റെ കാര്യമാണ്. മുത്തുനബി വഫാത്താകുമ്പോഴും നമസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയും നമസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളും നമസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. അവസാനം റബ്ബേ, മരണത്തോട് മല്ലടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ തലയെടുത്തിട്ട് മടിയിൽ വെക്കുകയാണ്. തലയെടുത്ത് മടിയിൽ വെച്ചു. മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, മോനെ, വാപ്പാടെ തലയെടുത്തിട്ട് മണ്ണിലിടടാ, മടിയിൽ വെക്കല്ലേ മോനെ, വാപ്പാടെ മയ്യത്ത് മടിയിൽ വെക്കല്ലേ, വാപ്പാടെ തലയെടുത്തിട്ട് താഴെ മണ്ണിലേക്ക് വെക്കും മോനെ. അല്ല എന്നോട് കരുണ കാണിക്കട്ടെ, അല്ല എന്നോട് കരുണ കാണിക്കട്ടെ. മുത്തുനബിയുടെ തലയെടുക്കാൻ പോയവനാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ വാപ്പ പ്രവാചകനെ ചീത്ത വിളിച്ചവനാണ്. മുത്തുനബിയുടെ തലയെടുക്കാൻ പോയവനല്ലേ ഉമർ. അല്ല എന്നോട് കരുണ കാണിക്കട്ടെ. ഈ മണൽത്തരിയിൽ കിടന്ന് തലയിട്ടടിക്കുന്ന സമയത്തെങ്കിലും അല്ല എന്നോട് കരുണ ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറയാൻ എനിക്ക് ഭാഗ്യം കിട്ടണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോവുകയാ. അവിടുന്ന് ജനാസ കുളിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് കഫൻ പൊതിഞ്ഞു. അല്ലാഹുവേ, ഉമർ തങ്ങളുടെ ജനാസ ഷഹീദാണല്ലോ. അവിടുന്ന് കഫൻ പൊതിഞ്ഞു. എല്ലാവരും കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുവേ കഫൻ പൊതിയുന്ന സമയത്ത് സഹാബത്ത് കരയുകയാ.
സ്വഹാബത്ത് കരയുകയാ. എന്തേ കാരണമെന്നറിയോ? ഉമർ തങ്ങളുടെ ശരീരം മുഴുവനും പാടുകളാണ്. ഉമർ തങ്ങളുടെ ശരീരം മുഴുവനും ചാട്ടവാറിന്റെ പാടുകളാ. ഹസിബൂ ഖബല അൻ തുഹാസബൂ. ഉമർ തങ്ങളെ രാത്രിയായി കഴിഞ്ഞ വീടിന്റെ അകത്ത് കയറിയിട്ട് ചാട്ടവാറെടുത്ത് തന്റെ ശരീരത്തടിച്ചിട്ട്, നീ അല്ലാഹനെ ധിക്കരിച്ചല്ലോ, നീ അങ്ങനെ ചെയ്തല്ലോ, നീ പാപം ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിനെ ചാട്ടവാറ് കൊണ്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നു, സ്വന്തം വിചാരണ ചെയ്യുമായിരുന്നു. അതിന്റെ അടയാളമാ ശരീരം മുഴുവനും ഉടുപ്പങ്ങൂരിയപ്പോൾ, ഇവിടത്തെ കമീസങ്ങ് മാറ്റിയപ്പോ ശരീരം മുഴുവനും ചാട്ടവാറുകളുടെ പാടുകൾ. അല്ലാഹുവേ, മുഖത്തി 2 ചാലുകളാ. മഴവെള്ളപ്പാച്ചിലിൽ വെള്ളമൊലിച്ചു പോകുമ്പോ ചാല് കാണുമല്ലോ, ഓട കാണുമല്ലോ. അതുപോലെ ഉമർ തങ്ങളുടെ കണ്ണുനീരിങ്ങനെ ഒഴുകി ഒഴുകിയിട്ട് 2 കണ്ണിന്റെയും താഴെ ഒരു ചാലുണ്ടായിരുന്നു സഹോദരാ. ഏത് ഉമർ? മുത്തുനബിയല്ലേ പറഞ്ഞത്, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. 10 സ്വഹാബത്തിന്റെ പേരെടുത്തിട്ട് മുത്തുനബി പറഞ്ഞു 10 പേരും സ്വർഗ്ഗത്തിലാ. എന്നിട്ട് പറഞ്ഞു, ഉമറേ, അബൂബക്കറെ, നിങ്ങൾ 2 പേരും എന്റെ കൂടെയാ, എന്റെ കൂട്ടുകാരാണെന്ന് മുത്തുനബി പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും ചാട്ടവാറുകൾ കൊണ്ട് തല്ലിയ പാടുകൾ, തന്റെ മുഖത്ത് കണ്ണുനീരൊഴുകിയിട്ട് ചാലുകൾ. ഇങ്ങനായിരുന്നു ഉമർ തങ്ങളുടെ ജീവിതം. ആ ഉമർ തങ്ങളാണ് റബ്ബേ അവിടുന്ന് ജനാസ പൊതിഞ്ഞോ കൊണ്ടുവച്ചു മഹ്ദി ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ കൊണ്ടുവച്ച ജനാസ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, ഉമ്മാ, എന്റെ ഉപ്പാന മുത്തുനബിയുടെ ചാരത്തൊന്ന് കബറടക്കിക്കൊള്ളട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലം, തനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന സ്ഥലം, അല്ലാഹുവേ, അതല്ലേ സദഖ എന്ന് പറഞ്ഞാൽ. ആരാ സഹോദര അങ്ങനെ കൊടുക്കുന്നത്? ഇതുപോലെ ഒരു ഭാഗ്യമാരാ കിട്ടികെട്ട് നഷ്ടപ്പെടുത്തുന്നത്? അള്ളാന്റെ റസൂലിന്റെ കൂടെ കിടക്കാൻ, തന്റെ വാപ്പാടെ ചാരത്ത് കിടക്കാൻ കരുതി വെച്ചിരുന്ന സ്ഥലമല്ലേ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കൊടുത്തത്? അതിനല്ലേ പ്രതിഫലം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ടവരെ, അവനവൻ ആവശ്യമായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാ. അവനവന് സ്വന്തം ആവശ്യമുള്ള സമയത്ത്, വളരെ ഞെരുക്കത്തിലിരിക്കുന്ന സമയത്ത് കോടികൾ കിട്ടുമ്പോഴല്ല, ലോട്ടറി അടിക്കുമ്പോഴല്ല പാവങ്ങൾക്ക് കൊടുക്കേണ്ടത്. നിനക്ക് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതിരിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോ കയ്യിലിരിക്കുന്നതിൽ അല്പം കൊടുക്കുന്നത് കോടികൾ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാണ് അവിടെ നിന്ന് കൊടുത്തത്. സഹാബത്ത് കൊണ്ടുപോയി. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. മുത്തുനബിയുടെ കാലിന്റെ ചുവട്ടിൽ കിടപ്പുണ്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിലെ പിഴവുകൾ പുറത്തു തരണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാ ഭാഗ്യം തരണേ അല്ലാഹ്. അവര് കിടക്കുന്ന പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് റബ്ബേ, ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മമൊന്നുമില്ല, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട്, ആ മഹാന്റെ ചരിത്രം കേട്ടതിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിൽ ഇരുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ച റബ്ബ് ആ മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ
മുത്തുനബിയുടെ റൗളാ ഷരീഫിന്റെ ചാരത്ത് നിന്ന് അവരോട് സലാം പറയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളും മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.